കാര്യം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, ധാരാളം പേരുണ്ട്. ഇപ്പം ചിലവരൊക്കെ പറയാറുണ്ട് ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ്. അപ്പം എന്ത് തമ്മാടിത്തരം ചെയ്തിട്ട് പണം ഉണ്ടാക്കിയിട്ടായാലും ശരി, എങ്ങനെ എൻജോയ് ചെയ്യാം. അത് എന്തൊക്കെ സിനിമ കാണണോ സിനിമ കാണുക, കള്ളു പിടിക്കണോ കള്ളു പിടിക്കുക, പെണ്ണ് പിടിക്കണോ പെണ്ണ് പിടിക്കുക, അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടാണ് ആസ്വദിക്കാൻ പറ്റുക, അങ്ങനെ ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ് ജീവിതം എന്നാണ്. സത്യത്തിൽ ഇത് പറയുന്നവർക്ക് എന്താണ് ആസ്വാദനം എന്ന് തന്നെ അറിയില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നൊന്നും തന്നെ നമ്മൾക്ക് ആസ്വാദനം എന്നൊന്നും കിട്ടില്ല. അതെല്ലാം ക്ഷണികമാണ്, അല്പനേരത്തേക്കുള്ള. അത് കഴിഞ്ഞാൽ അപ്പം നമ്മൾ അടുത്ത വിഷയത്തിലേക്കായി. അതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ അത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ജീവിതം അടിച്ചു പൊളിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആസ്വദിക്കുക എന്നുള്ളതല്ല, ജീവിതത്തിൽ ഉടനീളം നമുക്ക് ആനന്ദം അനുഭവിക്കുക എന്നുള്ളതാണ്. അതാണ് ആചാര്യൻ അർത്ഥമാക്കുന്നത്. ജീവിതത്തിൽ ഉടനീളം ആനന്ദം അനുഭവിക്കാൻ എന്താണ് വഴി? ജീവിതത്തിൽ ഉടനീളം നമുക്ക് ആനന്ദം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. അത് സാധ്യമാകുന്ന കാര്യമാണോ? ഇപ്പൊ ഇതൊക്കെ ഇത്രയൊക്കെ ശബ്ദത്തിൽ ഞാൻ ഇവിടെ നിന്ന് പറയുന്ന സമയത്തും നിങ്ങളുടെ മനസ്സ് ചില സ്ഥലങ്ങളിലൊക്കെ പോയി യാത്ര ചെയ്തിട്ട് വരും. 5 പൈസയുടെ ടിക്കറ്റ് എടുക്കാതെ UK പോയിട്ട് തിരിച്ചു വരും നമ്മൾ. ഇതിലിടയിൽ അതൊക്കെ നടക്കും. കാരണം എന്താ? നമ്മുടെ മനസ്സ് എങ്ങനെയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ അവരെല്ലാം കണ്ടെത്തിയത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ളതൊക്കെ നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, അതിലൂടെ സുഖിക്കുക എന്നാണ് കണ്ടെത്തിയത്. അങ്ങനെ അതിനെ വളർത്താൻ വേണ്ടി അവർ പരിശ്രമിച്ചു. എന്നാൽ ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ അവർക്ക് ബോധ്യമായി, ഈ കാണുന്ന ഒരു വസ്തുക്കൾ കൊണ്ടും തനിക്ക് ഒരു സ്വല്പനേരമെങ്കിലും ആനന്ദത്തോടെ ഇരിക്കാൻ സാധ്യമല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞ് ഇന്ന് അവിടുത്തെ വലിയ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ പണച്ചാക്കുകളുമായിട്ട് ഭാരതത്തിലെ സന്യാസിമാരുടെ അടുത്തേക്ക് വരികയാണ്, സമാധാനം തേടിയിട്ട്. അപ്പൊ അവരുടെ ധാരണ ഇതെല്ലാം ഈ പണമൊക്കെ കൊടുത്താൽ ഇത് കിട്ടുന്ന, കിട്ടില്ല. അങ്ങനെയൊന്നും കിട്ടുന്ന സാധനമല്ല ഇത്. അപ്പൊ ഇത് കിട്ടണമെങ്കിലാണ് എന്ത് വേണം? നമ്മുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. അപ്പൊ നമ്മളെ മനസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് സത്യത്തിൽ പറഞ്ഞാൽ ഭാഗവതം എന്ന് പറയുന്നത്. മനസ്സിനെ പഠിക്കാത്ത കാലം വരെ, തൻ്റെ മനസ്സെന്താണെന്ന് അറിയാത്ത കാലം വരെ, തൻ്റെ മനസ്സിനെ തൻ്റെ പരിധിക്കുള്ളിൽ നിർത്താൻ പറ്റാത്ത കാലം വരെ നമുക്ക് മനസ്സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. എന്താണ് മനസ്സമാധാനത്തെ കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ വളരെ ലളിതമായിട്ടൊരു വാക്ക് പറയുന്നുണ്ട്. അശാന്തസ്യ കുതസുഖം എന്നാണ് വളരെ ലളിതമായിട്ട് ഭഗവാൻ പറഞ്ഞ കാര്യം. വളരെ ലളിതമായിട്ട് ഭഗവാൻ പറയാണ് അശാന്തസ്യ കുതസുഖം എന്ന്. ശാന്തിയില്ലാത്തവന് എവിടെ നിന്നാണ് മനസ്സമാധാനം കിട്ടുക? സാധ്യമല്ല. അപ്പൊ മനസ്സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? മനസ്സ് ശാന്തമാകണം. മനസ്സ് ശാന്തമാകേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ മനസ്സ് എപ്പോഴും ശാന്തമാണോ? ഒരു 5 സെക്കൻഡ് പോലും നമ്മുടെ മനസ്സിനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് ശാന്തമാക്കുക? എങ്ങനെയാണ് ശാന്തമാക്കുക? അപ്പൊ അതിനാണ് ആചാര്യൻ പറയുന്നത്, ഭാഗവതത്തെ നിങ്ങൾ നിരന്തരമായിട്ട് പാനം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിബത ഭാഗവതം, ഭാഗവതത്തെ വായിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. ഭാഗവതം വായിച്ച് 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 ഭാഗവതത്തെ പാനം ചെയ്യൂ, കഴിക്കൂ എന്നാ പറഞ്ഞുള്ളത്. എന്ന് വെച്ചാ അനുഭവിക്കുക, ഭാഗവതത്തെ അനുഭവിക്കണം. എന്താണ് ഭാഗവതം? ഭാഗവതം എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥമല്ല, അത് ഭഗവാൻ തന്നെയാണ് ഭാഗവതം. അത് ഗ്രന്ഥമല്ല.
അപ്പൊ ആ ഭഗവാനെ നിരന്തരമായിട്ട് പാനം ചെയ്യാനാണ് പറയുന്നത്. എന്താണ് രസം എന്നാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. ഭഗവാനാകുന്ന രസത്തെ നിരന്തരം പാനം ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനാകുന്ന രസത്തെ ആരാണോ നിരന്തരം പാനം ചെയ്യുന്നത് എന്ന് വെച്ചാൽ അനുഭവവേദ്യമാക്കുന്നത്, അവരുടെ മനസ്സ് പിന്നെ എങ്ങോട്ടും പോവില്ല. കാരണം എന്താണ്? ഈ പ്രപഞ്ചത്തില് എല്ലാത്തിനേക്കാൾ വലുത് ഭഗവാനാണെന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സ് എവിടേക്കും പോവില്ല. ഇപ്പൊ നമ്മുടെ മനസ്സ് പോകുന്നതിന്റെ കാരണം എന്താണ്? ഭഗവാനാണ് പ്രധാനം, വലുതെന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് ജ്ഞാനം എന്ന് പറയാം, അല്ലെങ്കിൽ അറിവ് എന്നും പറയാം. ഭഗവാൻ എന്നൊരു സങ്കല്പമുണ്ട് എന്ന അറിവ് നമുക്കുണ്ട്, അല്ലെങ്കിൽ ജ്ഞാനം നമുക്കുണ്ട്. എന്നാൽ ഭഗവാൻ എന്ന വിജ്ഞാനമാണ് നമുക്കില്ലാത്തത്. അപ്പൊ എന്താ ഈ അറിവും ജ്ഞാനവും വിജ്ഞാനവും? ഇത് മൂന്നാണ് സത്യത്തിൽ. പക്ഷെ ഇത് സാമാന്യനെ നമ്മൾ ഒരേ വിഷയത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. പക്ഷെ ഇത് മൂന്നും വ്യത്യസ്തമാണ്. അറിവ് എന്ന് പറയുന്നത് എല്ലാവരിലും സ്വതസിദ്ധമായിട്ടുള്ളതാണ്. അത് ജന്മനാൽ ഉള്ളതാണ് അറിവ്. ഒരു പുൽക്കൊടിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പുൽക്കൊടിക്ക് ആവശ്യമായ അന്നജം പ്രകൃതിയിൽ നിന്ന് എങ്ങനെ സ്വീകരിക്കണമെന്ന് അറിവ് അതിനുണ്ട്. അപ്പൊ ആ അറിവ് ജന്മസിദ്ധമാണ്. ഒരു പട്ടിക്ക് വയറുവേദന വന്നാൽ ഏത് പുല്ല് തിന്നണം എന്നുള്ള അറിവ് അതിനുണ്ട്. അതാരും പറഞ്ഞു കൊടുക്കണ്ട, അത് ജന്മസിദ്ധമായിട്ടുള്ളതാണ്. ഒരു പട്ടിയെ നമ്മൾ കല്ലെറിയാൻ വേണ്ടിയിട്ട് ഒരു കല്ലെടുത്താൽ ഉടനെ ആ പട്ടി ഓടും, അത് കണ്ടാൽ. അത് ആ അറിവ് അതിനുണ്ട്. അത് ആര് കൊടുത്തു? അപ്പൊ അത് എല്ലാ ജീവജാലങ്ങളിലേക്കും നമ്മൾ നോക്കിയാലും ഈ അറിവ് എന്ന് പറയുന്ന ഒന്ന് അത് ജന്മസിദ്ധമായിട്ടുള്ളതാണ്, സ്വതസിദ്ധമായിട്ടുള്ളതാണ്. അതിന് സ്വതസിദ്ധമായ അറിവ് എന്ന് നമ്മൾ പറയും. എന്നാൽ ജ്ഞാനം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറേയും കൂടെ നമ്മൾ മുൻപോട്ട് കടക്കണം. എന്ന് പറഞ്ഞാൽ നാം ആർജിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം, നാം ജനിച്ചതിന് ശേഷം ഗുരുജനങ്ങളുടെ ഗുരുമുഖത്ത് നിന്ന്, അച്ഛനമ്മമാരിൽ നിന്ന്, അച്ഛനമ്മയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ഗുരു, അവരിൽ നിന്ന്, മറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന്, മറ്റ് പല ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നാം ആർജിക്കുന്ന അറിവിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയും. എന്നാൽ വിജ്ഞാനം എന്ന് പറഞ്ഞാലോ ഈ ആർജിച്ച അറിവിനെ സ്വായത്തമാക്കുന്ന, അനുഭവിക്കുന്നത്. അതാണ് ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥമൊക്കെ അന്നത്തെ നമ്മുടെ ഋഷിമാര് അവരുടെ സ്വന്തം അനുഭവത്തിലൂടെ അനുഭവിച്ചറിഞ്ഞതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അല്ലാതെ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ചെയ്യുന്നത് പോലെ മെഷീനറീസോ എക്യുപ്മെന്റ്സോ ഉപയോഗിച്ച് കണ്ടെത്തുന്ന ശാസ്ത്രമല്ല ഇത്. അതിന് പരിമിതികളുണ്ട്. അവർ അനുഭവിച്ചറിഞ്ഞ ശാസ്ത്രമാണ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ അത് അനുഭവിച്ച് അതിൻ്റെ സുഖം അനുഭവിച്ചറിഞ്ഞവരാണ് നമുക്ക് ഇതിനെ തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഗവതത്തെ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണമെങ്കിൽ ഭാഗവതം എന്നുള്ളത് ഈശ്വരന്റെ മഹിമകളെ കുറിച്ചുള്ളതാണ്. ഭാഗവതം എന്ന വാക്കിന് തന്നെ ഈശ്വര മഹിമ എന്നാണ് അർത്ഥം, അല്ലാതെ ഗ്രന്ഥം എന്നല്ല അർത്ഥം. ഭാഗവതം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ ഈശ്വര മഹിമ എന്നാണ്. ആ ഈശ്വര മഹിമയെ നിരന്തരമായിട്ട് കേൾക്കുകയും അങ്ങനെ കേട്ട് 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 പിന്നീട് ആ ഭഗവാനെ സ്വയം പാനം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് കേന്ദ്രീകരിക്കാൻ പറ്റുക. ഇന്ന് നമ്മൾക്കത് പറ്റാത്തതിൻ്റെ കാരണം ഇന്ന് ഈശ്വരൻ എന്നൊന്നുണ്ട്, നമ്മളത് അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള അറിവ് എന്നല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാനോ. ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിൽക്കും, നമ്മളെ വരുന്ന വഴിയിൽ ആരെങ്കിലും ചോദിക്കുകയാണ്, ആ ഇന്ദിരാമ എവിടേക്കാ പോണ്? ഞാൻ ഭഗവത് ദർശനത്തിന് വേണ്ടി പോവാണ്, ഭഗവാനെ ദർശിക്കാനാണ് ഞാൻ പോകുന്നത്. എന്നിട്ടോ അവിടെ ചെന്ന വിഗ്രഹത്തിന്റെ മുന്നിൽ നിന്ന് അപ്പ കണ്ണാടടയ്ക്കും അല്ലേ? ദർശനം എന്ന് പറഞ്ഞാൽ കാണുക എന്നുള്ളതാണ്. പക്ഷെ കാണുകയല്ല ചെയ്യുന്നത്, നമ്മൾ അവിടെ കണ്ണടക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ എന്തിനാണ് നമ്മളവിടെ കണ്ണടയ്ക്കുന്നത്? അര സെക്കൻഡ് നേരം നമ്മൾ കണ്ട ഭഗവത് രൂപത്തെ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ വേണ്ടിയാണ് കണ്ണടയ്ക്കുന്നത്.
കണ്ണടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രൂപം നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഭ്രൂമധ്യത്തിൽ. അല്ലെങ്കിൽ നമ്മുടെ കൺപോളകളിൽ ചിലവർക്ക് അത് അനുഭവപ്പെടും, ചിലവർക്ക് അത് ഹൃദയത്തിൽ അനുഭവപ്പെടും, അങ്ങനെ പല രീതിയിൽ അത് അനുഭവപ്പെടും. അങ്ങനെയുള്ള ആ ഒരു അര സെക്കൻഡ് നേരം ഞാൻ കണ്ട ആ ഭഗവത് വിഗ്രഹത്തെ, ആ ദേവീ വിഗ്രഹത്തെ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ വേണ്ടി നമ്മൾ അവിടെ കണ്ണടയ്ക്കും. അപ്പൊ അതുപോലെ ഭാഗവതം എന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുകയും അത് അവനവന്റെ ഉള്ളിലേക്ക് എടുക്കാനുള്ള പരിശ്രമവും നടക്കണം. ആ പരിശ്രമം ഇപ്പൊ നടക്കുന്നില്ല നമ്മളിൽ. നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും അത് നമ്മളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ഇന്നും ഭാഗവതം പിടിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. ഞാൻ കാണാറുണ്ട്, അനവധി, കൂടുതൽ അമ്മമാരാണ്